നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടമായ മഞ്ഞപ്പട കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ പ്രകടനത്തിൽ അത്ര തൃപ്തരല്ല. അതിനാൽ തന്നെ മഞ്ഞപ്പട കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ മികച്ച ആരാധക കൂട്ടായ്മയിൽ ഒന്ന് തന്നെയാണ് മഞ്ഞപ്പട. സ്റ്റേഡിയത്തിനകത്തും പുറത്തും ടീമിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു സജീവ ആരാധക കൂട്ടം തന്നെയാണ് മഞ്ഞപ്പട. മഞ്ഞപ്പടയെ കണ്ടാണ് മറ്റ് ടീമുകളുടെ ഇപ്പോൾ ISL തന്നെ ആരാധക കൂട്ടം മറ്റു ടീമുകൾക്കായി രൂപം കൊണ്ടതും അവരും ഇതുപോലെ പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും തുടങ്ങിയത്. എന്നിരുന്നാൽ കൂടി മഞ്ഞപ്പടയെ തോൽപ്പിക്കാനുള്ള തക്ക ശേഷിയൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ക്ലബിൻ്റെ സൈനിങ് അതുമൂലമുള്ള നിലപാടുകളിലും വിയോജിപ്പ് മഞ്ഞപ്പട നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റ് അതൊന്നും ചെവികൊണ്ടില്ല. മാത്രമല്ല മാനേജ്മെൻറ്റിൻ്റെ പ്രതിഷേധം സൂചകമായി മഞ്ഞപ്പട ആദ്യപടിയായി കത്ത് നൽകിയിരിക്കുകയാണ് മാനേജ്മെൻറ്റിന്. ഇനി മുതൽ ടിക്കറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യില്ല. സ്റ്റേഡിയത്തിനകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കും. ഇത് തങ്ങളുടെ നിലപാട് അംഗീകരിക്കുന്നതുവരെ തുടരും എന്നാണ് മഞ്ഞപ്പട അറിയിച്ചിരിക്കുന്നത്. ടീമുമായി ചർച്ച നടന്നിട്ടില്ല. എന്തായാലും മാനേജ്മെൻറ്റിന് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. ടീമിൻ്റെ നിലനിൽപ്പ് തന്നെ മഞ്ഞപ്പടയെ ആശ്രയിച്ചാണ്. സൈനിങ്ങിൻ്റെ കാര്യത്തിൽ മഞ്ഞപ്പട മുൻപോട്ട് വെച്ച പല അഭിപ്രായങ്ങളൊന്നും മാനേജ്മെൻറ്റ് ചെവികൊണ്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമാണെങ്കിൽ മോശം ഫോമും പരാജയവും തുടർക്കഥയാക്കിയിരിക്കുകയാണ്. എന്തായാലും ATK പോലുള്ള ടീം തുടക്കം മുതൽ, അതായത് ISL തുടങ്ങുമ്പോൾ തന്നെ ഇന്ത്യൻ ക്വാളിറ്റി പ്ലേയേഴ്സിനെ എന്ത് വില കൊടുത്തും അവർ വാങ്ങാനും അവരുടെ നല്ല പ്ലേയേഴ്സിനെ, അതായത് ഇന്ത്യൻ പ്ലേയേഴ്സിനെ വിട്ടുകളയാതിരിക്കാനും പരമാവധി ശ്രമിച്ചതിൻ്റെ ഫലമായി അവരെല്ലാം ഇപ്പോൾ നല്ല ഒരു ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സുള്ള നല്ല സ്ക്വാഡായി തീർന്നിരിക്കുകയാണ്. ഫോറിൻ പ്ലേയേഴ്സ് കളിച്ചില്ലെങ്കിലും നല്ല ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സ് അവർക്കുള്ളത് കൊണ്ട് അതൊരു പ്രശ്നമല്ല. അവരതൊന്നും ഒരു വർഷം കൊണ്ട് നേടിയെടുത്തതല്ല. ഇത്രയും കാലം കൊണ്ട് മാക്സിമം എല്ലാ ടീമിൽ നിന്നും സോഴ്സ് ചെയ്ത് നല്ല ഇന്ത്യൻ പ്ലേയേഴ്സിനെ കരസ്ഥമാക്കി നല്ലൊരു ടീമും നല്ല ബെഞ്ച് സ്ട്രെങ്ത്തുള്ള ടീമും ആയി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടിപ്പോൾ അവർ ശക്തമായ ടീമും ആയി മാറി. മറിച്ച് ബ്ലാസ്റ്റേഴ്സ് ഇതിന് വിപരീതമാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി പ്ലേയേഴ്സിനെ നേരത്തെ തുടക്കം മുതൽ ISLലുള്ള കുറച്ച് നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ് ഉള്ള അവരെല്ലാം വിറ്റ് തുലയ്ക്കുകയും ഉള്ള ക്വാളിറ്റി പ്ലേയേഴ്സിനെ എല്ലാ സീസണിലും കൈവിട്ട് കളയുകയും ചെയ്തു. ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലെ ഡിഫൻസിൽ ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സിലില്ല. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലും ക്വാളിറ്റി പ്ലേയേഴ്സും ഫോർവേഡിലും ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെയും അഭാവമുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെല്ലാം നല്ല താരങ്ങൾ ഉണ്ടായിരുന്നതാണ്. അവരെല്ലാം വിറ്റത്തിലൂടെ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു അവസ്ഥ വന്നു. ഇതെല്ലാം മാനേജ്മെൻറ്റിൻ്റെ ബിസിനസ് നയം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്തായാലും ഈ മഞ്ഞപ്പടയുടെ ഇവരുടെ ഈ പ്രതിഷേധം ടീമിൻ്റെ നിലപാട് മാറ്റി നല്ലൊരു ടീമിനെ ഭാവിയിലെങ്കിലും കെട്ടിപ്പടുക്കാൻ KBFC മാനേജ്മെൻറ്റിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.